നമസ്കാരം. എറണാകുളത്തെ ലേക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ KM മാണിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചതും മരുന്നുകളോട് പ്രതികരിക്കാത്തതും സ്ഥിതി സങ്കീർണമാക്കുന്നു. പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി മാത്രമാണ്. ശ്വാസകോശത്തിലെ അണുബാധ തുടരുന്നതും സ്ഥിതി സങ്കീർണമാക്കുന്നു. മാണി ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് ഭയപ്പെട്ട് ആരാധകരും പാർട്ടി പ്രവർത്തകരും ആശുപത്രിയിൽ തന്നെ തിങ്ങിക്കൂടുകയാണ്. ബന്ധുക്കളും ആരോഗ്യനിലയിൽ ഇപ്പോൾ ആശങ്കയിലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് KM മാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹവും രക്തസമ്മർദ്ദവും സാധാരണ നിലയിലായിരുന്നു. ഇതിനിടെയാണ് കിഡ്നി അടക്കമുള്ള ആന്തരികാവയവങ്ങളെ രോഗം ബാധിച്ചത്. ഇതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത്. വർഷങ്ങളായി ശ്വാസകോശ രോഗബാധിതനായ അദ്ദേഹത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റ് ഹരി ലക്ഷ്മണിന്റെ ചികിത്സയിലാണ് അദ്ദേഹം. രാത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായവും ലഭ്യമാക്കുന്നുണ്ട്. ഡയാലിസിസിനും വിധേയനാക്കുന്നുണ്ട്. ഡോക്ടർ VP ഗംഗാധരനും KM മാണിയെ പരിശോധിച്ചു. KM മാണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി P രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്തിയത്. മുൻപ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ശേഷം ഡിസ്ചാർജ് ചെയ്തിരുന്നുവെങ്കിലും ഗുരുതര ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ വീണ്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശ്വാസകോശത്തിൽ അണുബാധ കണ്ടെത്തി. രക്തത്തിൽ ഓക്സിജന്റെ അളവ് നേരിയ കുറവും ഉണ്ട്. രക്തസമ്മർദ്ദവും നാഡീമിടിപ്പും സാധാരണ നിലയിലാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അബോധാവസ്ഥയിലേക്ക് പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ സങ്കീർണമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അണുബാധ ഉണ്ടാകാതിരിക്കാൻ സന്ദർശകർക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി ശ്വാസകോശ രോഗങ്ങൾ മാണിയെ അലട്ടുന്നുണ്ടെന്നും ഇതിനുള്ള ചികിത്സ നൽകി വരുന്നതായും ആശുപത്രി കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. ആരോഗ്യനില മോശമായതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിരുന്നു. ഇത് കേരള കോൺഗ്രസ് അണികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നേതാവിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടെ അണികൾ എന്തു ചെയ്യണമെന്ന അറിയാത്ത അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മാണിയുടെ ആരോഗ്യം പ്രവർത്തകർക്കിടയിൽ ചർച്ചയാണ്. കിഡ്നിക്ക് രോഗം ബാധിച്ചതുകൊണ്ട് തന്നെ ഇനി സജീവ രാഷ്ട്രീയ ഇടപെടലിന് മാണിക്കാകില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതെല്ലാം കേരള കോൺഗ്രസ് പ്രവർത്തകർ ചർച്ചയാക്കി കഴിഞ്ഞു. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയവുമായ ചർച്ചയിൽ മാണി സജീവമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രോഗത്തിലേക്ക് വീഴുന്നത്. ശ്വാസകോശത്തെ ബാധിച്ച അണുബാധയാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പനമ്പിള്ളി നഗറിലെ മകളുടെ വീട്ടിൽ നിന്നുമാണ് KM മാണിയെ ശ്വസിക്കാൻ വിഷമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രത്യേക ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത്. വൃക്കകൾക്ക് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ഡയാലിസിസിനും വിധേയനാക്കി. ശ്വാസകോശ സംബന്ധമായ വിഷമങ്ങൾക്ക് ഏതാനും വർഷമായി അദ്ദേഹം ചികിത്സയിലാണ്. ഇടയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറും ഉണ്ടായിരുന്നു. ഒരു മാസമായി ലേക്ക് ഷോറിൽ തുടർച്ചയായി അദ്ദേഹം വന്നുപോയിരുന്നു. മരുമകൻ ഡോക്ടർ സുനിൽ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രോഗവിവരങ്ങൾ ആരായുന്നുണ്ട്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് മുൻ ധനമന്ത്രിയെ ഇപ്പോൾ ചികിത്സിക്കുന്നത്. അടുത്ത കാലത്തായി രോഗങ്ങൾ അലട്ടുന്നുണ്ട് KM മാണിയെ. അതുകൊണ്ട് തന്നെ പാർട്ടി ചുമതലകൾ മകൻ ജോസ് കെ മാണിയെ ഏൽപ്പിച്ച് സ്വസ്ഥമാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും. എന്നാൽ തങ്ങളുടെ പ്രിയ നേതാവ് ആരോഗ്യവാനായി തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ.